ഹലോ നമസ്കാരം. T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8ന്റെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ടീം ഇന്ത്യ സൂപ്പറായിട്ട് തന്നെ അഫ്ഗാനിസ്ഥാനെ തകർത്ത് തെരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. അഫ്ഗാനിസ്ഥാനെ 47 റൺസിനാണ് രോഹിത് ശർമ്മയും സംഘവും തുരത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി മിന്നിക്കത്തെ സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നീ താരങ്ങളുടെ മികവിൽ ഇന്ത്യൻ ടീം അടിച്ചെടുത്ത 182 റൺസ് എന്നുള്ള വിജയലക്ഷ്യത്തിനെതിരെ അഫ്ഗാനിസ്ഥാന് ഒരു തരത്തിലും വെല്ലുവിളി ഉയർത്താൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പവർ പ്ലേയിൽ തന്നെ 35 റൺസിനിടെ 3 വിക്കറ്റ് കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു അഫ്ഗാൻ. പിന്നീട് ഒരു തിരിച്ചുവരവ് അവർക്ക് ദുഷ്കരമായിരുന്നു. ഒടുവിൽ ഇന്നിംഗ്സിലെ അവസാന ബോളിൽ 134 റൺസിന് ഓൾ ഔട്ടായി പോയി അവരങ്ങനെ ആ ഒരു മത്സരം അടിയറ വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടെ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അതെ, സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ നിന്ന് സൂപ്പറായിട്ട് വിജയിച്ചു തുടങ്ങിയ ടീം ഇന്ത്യ ആ ഒരു സെമി ബർത്ത് ഉറപ്പാക്കിയോ, സെമി ഫൈനലിലേക്ക് കടന്നോ? അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒഫീഷ്യലി മാത്തമാറ്റിക്കലി അങ്ങനെ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ ഒരു മത്സരത്തിലെ വിജയത്തോടുകൂടി സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട് ടീം ഇന്ത്യ. അതെ, ഇനി ഈ വരുന്ന ശനിയാഴ്ച നടക്കുന്ന അടുത്ത മത്സരത്തിലും ബംഗ്ലാദേശിനെതിരെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ ടീം ഇന്ത്യക്ക് ആ ഒരു സെമി ബർത്ത് 100% ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനി അതിന് അധിക സമയമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. അതെ, നാളെയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യയുടെ മത്സരം നടക്കുന്നത്. ഇന്നലെ ഒരു മത്സരം, നാളെ വീണ്ടും മത്സരം. വലിയ അട്ടിമറിയൊന്നും നടന്നിട്ടില്ലെങ്കിൽ നാളെ ബംഗ്ലാദേശിനെയും തകർത്തുകൊണ്ട് ടീം ഇന്ത്യ ആ ഒരു സെമിയിലേക്ക് കടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിപ്പാണ്. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.